രമേശ് ചെന്നിത്തല ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നമുക്ക് അതിലേക്ക് നടക്കാം. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ഈ രാഷ്ട്രീയ ധാരണ ഇത്തവണ ഇവിടെ വേവാൻ പോകുന്നില്ല, നടക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് വസ്തുതകൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ദുർഭരണം കേരളത്തിൻ്റെ സമസ്ത മേഖലകളെയും തകർത്തിരിക്കുന്നു. ഇവിടെ യാതൊരു വിധത്തിലുമുള്ള മുന്നേറ്റം കേരളത്തിനുണ്ടായില്ല. 10 വർഷം കൊണ്ട് കേരളത്തിൽ വിദേശ മൂലധന നിക്ഷേപവും വന്നില്ല, സ്വകാര്യ മൂലധന നിക്ഷേപവും വന്നില്ല. ഇവിടെ വൻകിട വ്യവസായങ്ങളോ ചെറുകിട വ്യവസായങ്ങളോ വന്നില്ല. MSMEകൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നു. സിംഗിൾ വിൻഡോ ക്ലിയറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപനം നടത്തിയ ആളുകൾ ഈ പൂട്ടിയ വ്യവസായങ്ങളെ പറ്റി മിണ്ടുന്നില്ല. സ്റ്റാർട്ടപ്പുകൾ നാടുവിടുകയാണ്. ഇത്രയും ഭരണരംഗത്ത് തകർച്ച നേരിട്ട ഒരു ഗവൺമെന്റിനെ നമുക്ക് കാണാൻ സാധ്യമല്ല. ഈ ഗവൺമെന്റ് ജനങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യേണ്ടത്? ഈ ഗവൺമെന്റിനെ ജനങ്ങൾ എന്തിനാണ് പിന്തുണയ്ക്കേണ്ടത്? 10 വർഷത്തെ ഈ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നൊരു മോചനമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം വളർത്തിയെടുക്കാനും ഒരു പുതിയ കേരളം നിർമ്മിക്കാനുമാണ് UDF ശ്രമിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. PR ഏജൻസിയുടെ തടവറയിലല്ലാതെ പുറത്തു വന്നാൽ എങ്ങനെ മുഖ്യമന്ത്രി പെരുമാറും എന്നത്. കേരളത്തിൽ ഞങ്ങൾ ആരും പ്രസംഗിക്കുന്ന മൈക്കിന് കേടുവരില്ല. മൈക്കിന് പോലും മുഖ്യമന്ത്രിയുടെ പ്രതിഷേധമാണ്. മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. അദ്ദേഹം കോഴിക്കോടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഉന്നയിക്കുന്നത് സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങളാണ്. വിമർശന നേട്ടങ്ങൾ പറഞ്ഞാണ് ഈ തെരഞ്ഞെടുപ്പിനെ LDF നേരിടുമ്പോൾ. ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് സംസ്ഥാനത്ത് ഒരു വികസനവും ഉണ്ടായിട്ടില്ല, ഭരണ തകർച്ചയാണ് സംഭവിച്ചതെന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത്. ഒപ്പം തന്നെ മോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും വിമർശനം ഉന്നയിക്കാൻ, രാഷ്ട്രീയ വിമർശനം എന്ന് പറഞ്ഞാൽ മോദിക്കെതിരെ അമിത്ഷായ്ക്കെതിരെ ഒന്നും പറയുന്നില്ല പിണറായി വിജയൻ എന്നുള്ളതാണ് ചെന്നിത്തലയുടെ ആരോപണം.